ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി ഐസ്ക്രീമാണ്. ഇതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയുടെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമ്മൾ ഐസ്ക്രീം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 സ്പൂണ് ഗോതമ്പ് പൊടി അത് കുറച്ച് പാലിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കലക്കിയെടുക്കാം. ശേഷം നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഇല്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുകയാണ്. ചൂടായി നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 2 സ്പൂണ് GMS പൗഡർ ചേർത്ത് കൊടുക്കുക. GMS പൗഡർ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന കടയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു തിക്നെസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല പോലെ ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു പിങ്ക് കളർ കിട്ടുന്നതായിരിക്കും. സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറും കിട്ടുന്നതായിരിക്കും. ഇപ്പം നിങ്ങളതിൽ സ്ട്രോബെറി എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഐസ്ക്രീം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇലക്ട്രിക് ബീറ്ററോടൊന്ന് ബീറ്റ് ചെയ്യാണ്. മിക്സിയിലിട്ട് ബീറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിതൊന്ന് തണുത്തതിന് ശേഷമാണ് ബീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഐസ്ക്രീം ഒരു 8 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ക്രീം ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതായിരിക്കും. കുറച്ച് ഡാൽഗോണ കാൻഡി കൂടി ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നമ്മൾ രണ്ടാമത് കൂടി അരച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം ഇതൊരു 8 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒന്നുകൂടി മിക്സിയിലേക്ക് അടിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ വെച്ചതിന് ശേഷം അതിനെ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചതിന് ശേഷം ഞാനൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്പൂണില്ല. ഞാൻ സാധാ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ തന്നെ ചക്ക വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ കോൺഫ്ലവർ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.